ഗൈസ്, നമുക്ക് നമ്മുടെ ഹെയർ കേൾ ചെയ്യാം. കുറച്ച് ആൾക്കാരോട് നമുക്ക് അഭിപ്രായം ചോദിക്കാം, അവരെന്താ പറയുന്നത് കേൾക്കാം. വിനോട്ടാ, ഞാൻ എൻ്റെ മുടി കേൾ ചെയ്യട്ടെ? ആ, വെറുതെ. ആ, ചെയ്യട്ടെ? അമ്മ അറിയില്ല. ഓൾറെഡി ചെയ്തിട്ടുണ്ടാവൂല്ലേ? ഇല്ല, ചെയ്തിട്ടില്ല. ചെയ്യുന്നതിന് മുന്നേ വിളിച്ചേ. ആ, ചെയ്യട്ടെ? പെർമനന്റ് അല്ല, 2-3 ദിവസം നിൽക്കൂ. ആ, ഓക്കേ. നമുക്കിനി നെക്സ്റ്റ് നൗഫലിക്കാനെ വിളിച്ചു നോക്കാം. ചിലപ്പോൾ എടുക്കില്ല. നൗഫലിക്ക, നൗഫലിക്ക, ഞാൻ എൻ്റെ മുടി കേൾ ചെയ്യട്ടെ? ഓക്കേ. അമ്മനോട് ഞാൻ ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു മൈക്കിൾ ജാക്സൺ ആവാണ്ട് നോക്കിയാൽ മതി. അമ്മേനെ റിയാക്ഷൻ എടുക്കുക വെച്ചാൽ അമ്മ ഉറങ്ങി. നമുക്കിനി നെക്സ്റ്റ് സാരംഗേട്ടനെ വിളിച്ചു നോക്കാം. സാരംഗേട്ടൻ ചിലപ്പോഴേ എടുക്കുള്ളൂ. ആൾ ആക്ച്വലി ദുബായിയാണ്, അപ്പോൾ എടുക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. റിങ് ചെയ്യുന്നുണ്ട്. ഡിക്ലൈൻഡ്. സോ ഗൈസ്, ഇപ്പം എൻ്റെ മുടി ഇങ്ങനെയാണുള്ളത്. കേൾ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടാവും നോക്കാം. ആക്ച്വലി ഐ എം സോ എക്സൈറ്റഡ്. കുഞ്ഞു മുടി ആയതുകൊണ്ട് അമ്മ പറഞ്ഞ പോലെ ഞാൻ മൈക്കിൾ ജാക്സൺ ആവുമോ നോക്കാല്ലേ. നെക്സ്റ്റ് നമുക്ക് രാജുവേട്ടനെ വിളിച്ച് ചോദിക്കാം. ബോട്ടമിൽ വിളിക്കാം. ഇവർ 2 ആൾക്കാരും ആക്ച്വലി ഉള്ളത് ദുബായ് ആണ്. ചാൻസസ് വെരി വെരി കുറവാണ്. നോക്കാം. അപ്പോൾ ഇവരടുത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാം, കേൾ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കാം. സോ ഗൈസ്, സാരംഗേട്ടൻ ബോട്ടമിൽ വിളിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഹലോ, എന്തറിയോ, ഞാൻ എൻ്റെ ഹെയർ കേൾ ചെയ്യട്ടെ? ഫുൾ അത് ഇങ്ങനെ കേള് ഇങ്ങനെ ചുരുണ്ട്. അതാണ് എൻ്റെ ടെൻഷൻ. ഭംഗി ഉണ്ടാവൂലേ? ഇങ്ങനെ നിക്കുവാ? ചെയ്യണോ വേണ്ട അത് പറയും. അല്ലേ, ലൈഫ് ഒന്നല്ലേ ഉള്ളൂ. സോ ഐസ്, ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെയർ കേൾ ചെയ്യുന്ന കാര്യം. അപ്പോൾ ഇന്നലെ ആക്ച്വലി ഞാൻ അവിടെ എത്തുമ്പോൾ ലേറ്റായി. സോ ഇന്ന് നമ്മുടെ ഹെയർ കേൾ ചെയ്യും. സ്റ്റേ ട്യൂൺഡ്. നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് ഷേമേശിൻ്റെ അടുത്തു നിന്നാണ്. ഞാൻ അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ നമുക്കൊന്ന് ഷോറൂം പോകാനുണ്ടായിരുന്നു. ഞാനും നൗഫലിക്കയും കൂടി ഷോറൂം പോയി, ഹുണ്ടായി ഷോറൂമിലൊക്കെ പോയി. ദെൻ വന്നിട്ട് ഞങ്ങൾ നേരെ പാർലറിലേക്ക് പോവുകയാണിത്. ആക്ച്വലി ഞാൻ കേൾ ചെയ്യുന്നത് ഗ്ലിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർലറിലാണ്. നമ്മുടെ കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡ് മൗലവി ഉണ്ടല്ലോ, മാർജിൻ ഫ്രീൻ്റെ എല്ലാം മൗലവീൻ്റെ അവിടെ വരുന്ന ഗ്ലിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള പാർലറിലാണ് ഞാനിത് ചെയ്തത്. ഷേമേശയാണ് എനിക്കിത് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് ലൈക്ക് പെട്ടെന്നാണ് എനിക്കിങ്ങനെ തോന്നിയത് ഹെയർ ജസ്റ്റ് ഒന്ന് കേൾ ചെയ്താൽ എന്തേന്നുള്ളത്. അപ്പം എല്ലാവരും ഇങ്ങനെ ചോദിച്ചു എന്താ പെട്ടെന്ന് ഇങ്ങനെ കേൾ ചെയ്യേണ്ടത്. എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ആഗ്രഹവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ഐ ഡോണ്ട് നോ വൈ കേൾ ചെയ്യണം തോന്നി. കേൾ ചെയ്തപ്പം ഐ ഫെൽറ്റ് ഇറ്റ്സ് ഗുഡ്. എനിക്കിഷ്ടപ്പെട്ടു.
അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് കേൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാവും. ഇനി സൺഡേ ഒരു ചെറിയൊരു സെറ്റപ്പും കൂടി ചെയ്യാനുണ്ട് മുടീനകത്ത്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഉള്ളതിനേക്കാളും രസമുണ്ടാകും എന്നാണ് എൻ്റെ ഒരു നമ്മളൊരു കാൽക്കുലേഷൻ ഉണ്ടാവില്ല അത്. അപ്പം എല്ലാവരും വീഡിയോ എൻഡ് വരെ ചെക്ക് ചെയ്യുക. ഷെമീഷ് അടിപൊളിയായിട്ട് എനിക്ക് ഈ സംഭവം എന്താ പറയുന്നത് കേള് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഒന്നെങ്കിൽ ഞാൻ മറ്റേ ഡാൻസ് മാസ്റ്റർ വിക്രമാവും, അല്ലെങ്കിൽ മൈക്കിൾ ജാക്സൺ ആവും, അല്ലെങ്കിൽ കിഴക്കങ്ങനെ ചെയ്തത്. അതെ, ഞാനുണ്ടല്ലോ ഇവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഡു ചെക്ക് ഇറ്റ്. അധികം ഇവിടെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. എൻ്റെത് ആക്ച്വലി ഷോർട്ട് ഹെയർ ആണ്. നിങ്ങൾക്കറിയാം ഭയങ്കര ഷോർട്ടായിട്ടുള്ള ഹെയർ ആണ്. കുറച്ചും കൂടി ലോങ് ഹെയറിലാണെങ്കിൽ ഇതിനേക്കാളും ഭംഗിയുണ്ടാവും കേൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഒരു വെറൈറ്റി ഒരു ചേഞ്ചൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു ഓപ്ഷനാണ്. എന്താ ഹെയർ ഒന്ന് കേൾ ചെയ്യാം എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ചെയ്ത് നോക്കിക്കോ. ഇതൊക്കെ ഒരു രസമല്ലേ അല്ലേ? ഒരു ടൈമിൽ ഞാൻ ഇങ്ങനെയായിരുന്നു മുടി. ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെട്ടാൻ തോന്നും, പിന്നെ ഞാൻ എന്നെ തന്നെ. അപ്പോൾ ഗൈസ് നമ്മൾ ഫൈനലിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. എനിക്ക് സീരിയസ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഷെയ്മേച്ചിയാണെന്നുണ്ടെങ്കിലും അവിടെയുള്ള ബാക്കി ചേച്ചിയാണെന്നുണ്ടെങ്കിലും റോഷനാണ്, എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. ഞാൻ ഭയങ്കര കംഫർട്ടബിളായിരുന്നു. അപ്പം നിങ്ങൾക്കൊക്കെ ഒരു ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ കേളൊക്കെ ചെയ്തോളൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഞാൻ മുടി കേൾ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ജെനുവിനായിട്ട് തന്നെ പറഞ്ഞോട്ടാ. ഇനിയിപ്പം ചേച്ചിക്ക് സങ്കടമാവും എന്ന് വിചാരിച്ച് പറയണ്ട. ജെനുവിനായിട്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ കേൾ ചെയ്ത് എങ്ങനെയുണ്ട് പറയാം. അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യുക. താങ്ക് യു.